നല്ല സ്വാദേറിയ ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്കായും ക്യാരറ്റും കൂടിയുള്ള ഒരു തോരൻ നമുക്കൊന്ന് ഉണ്ടാക്കാവേ. ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാവയ്ക്കായും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തോരന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ചുവന്നുള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അത് നല്ലപോലെ ചതച്ചെടുക്കാം. ഇനിയുണ്ടല്ലോ തോരൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് അടുപ്പിലൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുകൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വന്നു കഴിയുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അതിലേക്ക് ഒരു വലിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമായ കാന്താരി മുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മുളക് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ച് അതൊരു 5 മിനിറ്റ് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. പാവയ്ക്കായും ക്യാരറ്റും ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് അതൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് അരപ്പിലൊന്ന് ആവി വരുന്ന വരെ അത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആവി വന്ന് കഴിയുമ്പോൾ അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.